അണ്ണോ തയ്യാറായി നിന്നോ, ഇപ്പൊ ഒരു കളി കാണാം. എടാ ഉദയഭാനേ, നീ ഓട്ടം തപ്പി എവിടെ കറങ്ങി നടക്കടാ? നിനക്കുള്ള ഓട്ടം ഇവിടെ തന്നെ വരൂടാ. ദേ ആ വളവിൽ ഒരു വീട്ടില് അന്തിക്കുശാശ നടക്കണ്ട്. ഇന്ന് എന്റെ വണ്ടി കയറ്റാൻ പോണ നിന്റെ സൗന്ദര്യ, നിന്റെ മറ്റവളില്ലേ, അവളെ ആൾക്കാർ ഇപ്പഴും എത്തും. നമ്മുടെ സ്റ്റാൻഡിൽ ഏതോ ഡ്രൈവറുമായിട്ട് അവൾക്ക് പ്രേമബന്ധമുള്ള കാര്യം ആരോ പറഞ്ഞവളെ വീട്ടുകാരറിഞ്ഞു. പറഞ്ഞവനിട്ട് അപ്പൊ തന്നെ ഒന്ന് പൊട്ടിച്ചെന്നാ കേട്ടത്. ഗ്ലാമറും ബോഡി ഷേപ്പും കണ്ട് സംശയിച്ച് അവരെന്നെ പൊക്കാൻ ശ്രമിച്ചു. എഞ്ചിൻ കണ്ടീഷനുള്ള വണ്ടി ആയതുകൊണ്ട് ഞാൻ തടി തപ്പി. എടാ സുന്ദരനായ പിശാങ്ക, നിന്റെ സൗന്ദര്യം അവസാനമായി ഒരിക്കൽ കൂടെ ഞാനൊന്ന് ആസ്വദിച്ചോട്ടെ. പറ ഭാനു, ഈ കൂട്ടത്തിൽ ആരാണവൻ? ആരാണെന്ന് അറിയാൻ പറ ഭാനുമോനെ, ഇവരിൽ ആരാണ് ആ വീരശൂര പരാക്രമിയായ ശശാങ്കൻ? മുങ്ങാൻ പറ്റേ. അപ്പൊ നീയാണ് ആ വീരശൂര പരാക്രമി അല്ലേ? എപ്പ തുടങ്ങിയടാ ഈ അസുഖം? ഇന്ന് രാവിലെ. ഇത് ജലദോഷമല്ല, ഞരമ്പ് രോഗമാണ്. നിന്റെ പ്രേമം എപ്പ തുടങ്ങി? അയ്യേ, എനിക്കങ്ങനെ ആരോടും പ്രേമൊന്നുമില്ല. ഞാനിത് ലാലേട്ടൻ പറഞ്ഞ ചുമ്മാ നിഷ്കളങ്കയായ ഒരു പാവം പെൺകുട്ടിയെ പഞ്ചാര വാക്കുകൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ട് കാല് മാറുന്നോടാ. ഞാൻ മീനുകുട്ടിയോട് എന്ത് സമാധാനം പറയും? ഈ തൽക്കാലം ഇവിടെ നിൽക്കുക, അവനെ ചോദ്യം ചെയ്തിട്ട് നിന്നെ ചോദ്യം ചെയ്യും. അനിയാ ചതിക്കരുത്. അവളൊരു പാവം പെണ്ണാണ്. ഊണ് ഉറക്കമില്ലാതെ കഴിഞ്ഞ 7 സുന്ദര രാത്രികൾ അവൾ നിന്നെ കുറിച്ച് ഓർത്ത് കഴിയുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം? പെണ്ണായാലും ജീവിതം വേണ്ടേ? എത്ര ആലോചനകളാ വന്നത്, ഒരു വിവാഹവും നടക്കുന്നില്ല. മാരകമായ ഒരു രോഗം പിടിപെട്ട ഒരു അച്ഛന്റെ അമ്മയുടെയും ഏക പുത്രിയെ വിവാഹം കഴിക്കാൻ ആരാണ് തയ്യാറാവുക? സത്യം പറ, അവരുടെ രോഗത്തെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമല്ലേ നീ ഈ വിവാഹത്തിൽ നിന്നും കാലുമാറിയത്? അയ്യോ, അവർക്ക് എന്താ രോഗം? ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി കാണിക്കാത്ത ഡോക്ടർമാരില്ല, കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല. മരണശൈലിയിൽ കിടക്കുന്ന അമ്മ അവൾക്ക് സമ്മാനിച്ച മാലയാണ് നിന്റെ കയ്യിൽ നിന്ന് അവൾ വാങ്ങിക്കൊണ്ടുപോയത്. നിന്റെ ആത്മാർത്ഥത, സത്യസന്ധത, ഈ സൗന്ദര്യം, ഇവയാണ് അവളെ നിന്നിലേക്ക് ആകർഷിച്ചത്. നീ അവളെ കൈവിടുമോ ശശാങ്ക്? പക്ഷേ ഞാനൊരു ടാക്സി ഡ്രൈവർ അല്ലേ? ആയിക്കോട്ടെ, നിനക്കൊരു ഹൃദയമില്ലേ? അതിനേത് അംബാസിഡർ കാറിനേക്കാളും തിളക്കവും പരിശുദ്ധിയും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവളുടെ വീട്ടിലെ കാര്യസ്ഥന്മാരാണ്. ഉണ്ട ചോറിന് നന്ദി കാണിക്കട്ടെ. അതുകൊണ്ടാ ഇപ്പോ നിന്നെ കാണാൻ വന്നത്. നീ വിളിച്ചാൽ അവളെവിടെ വരും. പക്ഷേ അമ്മയുടെയും അച്ഛന്റെയും രോഗത്തെ കുറിച്ച് മാത്രം നീ അവളോട് ചോദിക്കരുത്. നീ അവളെ കൈവിടരുത് ശശാങ്ക, നീ അവളെ കൈവിടരുത്. ഞാൻ കൈവിടില്ല. മതി, വിടാറാകുമ്പോ ഞങ്ങൾ പറയാം. അല്ല, എല്ലാം നന്നായി വരും. കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറായാലേ ഈ പദ്ധതി വിജയിക്കൂ. അതിന് മീനുവിന്റെ സഹകരണം കൂടി ഞങ്ങൾക്ക് ആവശ്യമാണ്. പിന്നെ കല്യാണം മുടക്കാന്നൊക്കെ പറഞ്ഞ ഇതുപോലൊരു ചീപ്പ് പരിപാടി വേറെ ഇല്ല. കുന്ത വിഴുങ്ങി പോലെ നിൽക്കാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. മീനുക്കുട്ടി, മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഒരു സ്പെഷ്യൽ മനസ്സാണ് ഇവന്റേത്. അതുകൊണ്ടാണ് മീനുക്കുട്ടിയുടെ വിഷമം കണ്ടപ്പോ ഒന്നും ആലോചിക്കാതെ ചാടി പുറപ്പെട്ടത്. എന്നിട്ടിപ്പോ ഇങ്ങനെ ഇടഞ്ഞു നിന്നാൽ എങ്ങനെയാ? പോരെ, ഞാൻ എന്താ വേണ്ടത് പറഞ്ഞോ, എന്ത് കുന്തത്തിന് നിന്ന് തരാം. ബാല, ഇനി നീ പ്ലാൻ പറഞ്ഞോ. 10-12 കൊല്ലം അന്യനാട്ടിൽ സ്വതന്ത്രയായി ജീവിച്ച ഒരു പെൺകുട്ടി, അതും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായവും പക്വതയുമായ ഒരു കുട്ടി. അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ചെറുപ്പക്കാരനോട് പ്രേമം തോന്നുക സ്വാഭാവികം മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, കുട്ടിക്ക് ഒരു ചെറുപ്പക്കാരനോട് പ്രേമമുണ്ട്. ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ഒരു കുട്ടിയെ അന്തസ്സും ആഭിജാത്യവുമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാൻ തയ്യാറാവോ? എവിടെ? അവിടെയാണ് നമ്മുടെ വിജയം. കാമുകിയുടെ വിവാഹം നിശ്ചയിച്ചതറിഞ്ഞ് കാമുകൻ ബാംഗ്ലൂരിൽ നിന്നും പാഞ്ഞെത്തുന്നു. കാമുകിയെ കണ്ടുമുട്ടുന്നു. വികാര നിർഭരമായ രംഗങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് പാർക്കിലും പുഴയോരങ്ങളിലുമൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും. അത് കാണാനിടയാകുന്ന ചെറുക്കന്റെ വീട്ടുകാർ വിവാഹ തീരുമാനത്തിൽ നിന്നും പിന്തിരിയുന്നു. കറക്റ്റ്. എങ്ങനെയുണ്ട് പ്ലാൻ? ഉഗ്രനായിട്ടുണ്ട്. ഇതാണോ തന്റെ പ്ലാൻ? എന്ത് ഫൂളിഷ്നെസ് അയാളി പറയുന്നേ. അവരിത് പോയി ശങ്കരമംഗലത്ത് നെല്ലിപ്പറമ്പത്ത് പറഞ്ഞാലേ എന്താ ഉണ്ടാവും എനിക്കറിയോ? പറയണമല്ലോ, അതും നമ്മുടെ പദ്ധതിയിലുണ്ട്. വീട്ടുകാരെ വിളിച്ചു ചോദിച്ചാൽ കുട്ടി ഈ കഥ പാടെ നിഷേധിക്കണം. അങ്ങനെ ഒരു ചെക്കൻ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അവര് കണ്ടുപിടിക്കട്ടെ, പിന്നെയാണ് തന്റെ മിടുക്ക് കാണിക്കേണ്ടത്. തന്നെ കുറിച്ച് ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കിയ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ തനിക്ക് സാധ്യമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. സ്വന്തം മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും ഇതിനെതിരെ നിൽക്കാൻ പറ്റുമോ? പറ്റുവാളിയാ? അവിടെയും വിജയം നമുക്ക്. എങ്ങനെയുണ്ട് ഈ പ്ലാൻ? പക്ഷേ കാമുകനായിട്ട് ആരെ കാണിക്കുക? അത് ഞങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞു. ആരെ? ഡ്രൈവർ ശശാങ്കൻ. അയ്യേ, എന്താ കെട്ടാനൊന്നും അല്ലല്ലോ, വെറും ആക്ടിംഗ് അല്ലേ. പിന്നെ വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ എന്നെ അങ്ങ് വിട്ടേക്ക്. ശശാങ്കൻ ആത്മാർത്ഥമുള്ളവനാണ്, സത്യസന്ധനാണ് എന്നൊക്കെ മീനുക്കുട്ടി തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്.
പിന്നെ ഈ പ്രേമിക്കും പോലെ ഒന്ന് പ്രേമിച്ചാൽ എന്താ? മീനുവിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോ അവന്റെ മനസ്സാണ് ഇങ്ങനെ ഒരു പ്രേമ നാടൻ കളിക്കാന്ന് അവൻ സമ്മതിക്കുകയും ചെയ്യും. ഇനി എന്താണ് വേണ്ടതെന്നുള്ളത് തീരുമാനിച്ച് മതി. ഞാൻ പോണു. ബാല കളഞ്ഞിട്ട് പോലെ മീനുകുട്ടിയുടെ മോൻ കണ്ടാൽ അറിയാം. സമ്മതിച്ച് സമ്മതിച്ച് ബാല സമ്മതിച്ച്. മീനു, എനിക്ക് മീനുവിനെ ആദ്യം കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി. എന്നാൽ നമ്മൾ തമ്മിൽ അത്ര പെട്ടെന്ന് വീണ്ടും കണ്ടുമുട്ടുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇനി നമ്മൾ തമ്മിലുള്ള പ്രേമം ഈ റോസാപ്പൂ പോലെ പരിശുദ്ധമായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നമ്മൾ തമ്മിലുള്ള ജീവിതത്തെ കുറിച്ച് ഞാൻ ശശാങ്കൻ ഇപ്പൊ എത്തിയുള്ളൂ? ലിപ്പ് കിട്ടിയുള്ളൂ. അല്ല, ഇപ്പൊ വന്നുള്ളൂ. ഓ, ഉണ്ണിത്താൻ ചേട്ടനും ബാലനും എന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് സന്തോഷായി. എന്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള മനസ്സ് ഉണ്ടായല്ലോ ശശാങ്കന്. ഇനി അതൊന്നും ഓർത്തും വിഷമിക്കേണ്ട. മീനു ധൈര്യമായിട്ടിരിക്കേ. ഇനി എല്ലാത്തിനും ഞാനില്ലേ കൂടെ. ഹലോ, ശരത്തിന്റെ വീടല്ലേ? അമ്മയാണോ? അതെ. ആരാ? അമ്മേ, ഞാൻ രമേശനാ. LW രമേശൻ. ഏത് രമേശൻ? അമ്മയ്ക്ക് ഓർമ്മയില്ലേ? ശരത് അന്ന് അമേരിക്കക്ക് പുറപ്പെടുമ്പോ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ട സതീശന്റെ അനിയൻ സുരേഷിന്റെ കൂട്ടുകാരൻ രമേശൻ. ബോംബെ വരെ ശരത്തിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു ഫ്ലൈറ്റില്. അമ്മേനെ നേരിട്ട് കണ്ടാ പ്രശ്നവും. അല്ല, മനസ്സിലാവും. ശരത്തിന്റെ മാരേജ് ഫിക്സ് ചെയ്തു അല്ലേ? ഞാൻ അറിഞ്ഞു. ശങ്കരമംഗലത്തെ കുട്ടിയല്ലേ, ബാംഗ്ലൂരിൽ പഠിച്ച? ശരിയാ. എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പൊ ഞാൻ, എന്നാലും അത് വേണ്ടായിരുന്നു അമ്മേ. എന്താ പറഞ്ഞേ? എനിക്ക് കുട്ടിയെ അറിയാം. ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പത്തിലാണ് ആ കുട്ടി. എന്നും വൈകിട്ട് ബീച്ചിനടുത്തുള്ള ശാസ്ത്രി പാർക്കിൽ വെച്ച് അവരിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. കുറച്ചു മുമ്പും ഞാൻ കണ്ടതാ. ശരത്ത് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ അമ്മേ. ഇനി നേരിട്ട് ബോധ്യപ്പെടണമെങ്കിൽ അമ്മ ഇപ്പൊ തന്നെ പാർക്കിലോട്ട് പോയാ മതി. എന്നാ ശരി അമ്മേ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ അമ്മേ? സൗകര്യം കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. എന്തോ തലയിലും തറയിലും വെക്കാതെ വളർത്തിയെടുത്തില്ലേ നിന്റെ പുന്നാര മോളെ? എന്നിട്ട് അവള് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്താണെന്നറിയോ നിനക്ക്? കല്യാണക്കാര്യം പറഞ്ഞപ്പോ ഇഴഞ്ഞു നിന്നത് ഇതിനാണ് അല്ലേടി? എന്താ എന്താ ഉണ്ടായത്? അപ്പച്ചനെ കാണാനാണെന്നും പറഞ്ഞ് ആരുടെ കൂടെ ഊരി വിട്ടാനാണ് അവൾ പോകുന്നത്? ആരാടി അവൾക്കൊരു കാമുകനുള്ളത്? എന്തൊക്കെയായിട്ടും പറയുന്നേ? ഇത് ഞാൻ പറയുന്നതല്ല. ആ ഭാഗീരഥി അമ്മ എന്നെ വിളിച്ചു ചോദിച്ചപ്പോ ചൂളിപ്പോയി ഞാൻ. നെല്ലിപ്പറമ്പത്തെ പെണ്ണിന്റെ താന്തോന്നിത്തരം നാട്ടിൽ പാട്ടായിരിക്കുന്നു. എവിടെ അവൾ? അവൾ എവിടെ ഇല്ല. എവിടെ പോയി എന്നാ ചോദിച്ചത്? എനിക്കറിയില്ല. അല്പ തിരക്കോട്ട് കേട്ടോ. എവിടെയുള്ള മീൻകുട്ടി? എനിക്കറിയില്ല. തനിക്കറിയില്ല അല്ലേ? അയ്യോ, എനിക്കറിയാം. ഇടിക്കരുത്, ഞാൻ പറയാം. മീനുകുട്ടി കല്യാണ ചെക്കനോടത്ത് പാർക്ക് ചുറ്റാൻ പോയിരിക്കുക. കഴിവറ മോനെ, കല്യാണ ചെക്കനോ? അവൻ അമേരിക്കനല്ലേ? ഇവിടുത്തെ ചെക്കനല്ല, അവിടുത്തെ ചെക്കൻ. അവിടുത്തെ ചെക്കനോ? അല്ല, സത്യം പറ. എന്നെ ഇങ്ങനെ നക്ഷത്രക്കാൽ എണ്ണിക്കരുത്. ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ പറയാൻ പാടില്ല, അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ പറയാൻ പാടില്ല. ഞാൻ പിന്നെ എന്താ വേണ്ടത്? മീനുകുട്ടിക്ക് ഇവിടെ കല്യാണം ഉറപ്പിച്ചതുപോലെ നെല്ലിപ്പറമ്പത്തെ കാര്യം കല്യാണം ഉറപ്പിച്ചു. രണ്ടിന്റെ ഇടയിൽ കിടന്ന് ആ പെങ്കൊച്ചു നട്ടം തിരിയ.
എടോ നന്ദിയില്ലാത്ത ചെറ്റേ. എന്നിട്ട് ആ വിവരം താൻ എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞില്ല? അനന്താ വേണ്ട, അവനെ വിട്ടേക്ക്. നീ പൊക്കോ. ഓ, പോടാ. ഞാൻ ചത്തു. ഇനി എന്താ ചെയ്യാ? എന്താ ചെയ്യേണ്ടതെന്നോ? അവളെ വിളിച്ച് ചോദിക്കണം. ഇവിടെ വാക്ക് എന്നിട്ട് അവിടെ പോയി സമ്മതിച്ചില്ലേ? മുട്ടുകാലി തല്ലി ഓടിക്കാ വേണ്ടത്. എന്നാ ചെല്ലേ, പിടിച്ചോണ്ട് വന്ന് കയ്യും കാലും തല്ലി ഒടിക്ക. മണ്ടത്തരം പറയുന്നൂടാ. അങ്ങനെ വന്നാ അവൾക്ക് അങ്ങോട്ടുള്ള അടുപ്പം കൂടുകയല്ലേ ഉള്ളൂ. ഇത് ഇപ്പോഴേ നുള്ളിക്കളയണം. അവള് പോലും അറിയാതെ വേണം അത് ചെയ്യാൻ. കയ്യും കാലും തല്ലി ഒടിക്കേണ്ടത് അവന്റെയാ, ആ ചെക്കന്റെ. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഇനി അവൻ മീനുക്കുട്ടിയെ കാണരുത്. എന്താ മീനു, എന്ത് പറ്റി? വല്ല കുഴപ്പമുണ്ടായോ? ശശാങ്കൻ എങ്ങോട്ട് പോയി? അറിയില്ല, ഇപ്പൊ വരാന്നും പറഞ്ഞു പോയി. എന്തൊരു ബോർ ഏർപ്പാടാ ഇത്. ഛെ, എന്ന് പറഞ്ഞാൽ നടക്കോ? എല്ലാം ഞാൻ പറഞ്ഞല്ലേ. വളരെ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത ഐഡിയ കൊളമാക്കരുത്. കാമുകനുമായിട്ട് പാർക്കിൽ ചുറ്റി നടക്കുന്ന വിവരം ചെറുക്കന്റെ അമ്മയെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവൻ ആളല്പ പഞ്ചാര ആയതുകൊണ്ട് അവന്റെ അഭിനയത്തിനും അല്പമൊക്കെ പഞ്ചാര കാണും. അതുകൊണ്ട് ഇത്തിരിയൊക്കെ ഓവർ ആയാലും ഒന്ന് സഹിച്ചോണം. ഒന്ന് തൊട്ടെന്നോ പിടിച്ചെന്നോ. നമ്മുടെ മാരേജ് ഓപ്പറേഷൻ വിജയിപ്പിക്കാൻ വേണ്ടി ചെറിയ ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ. അവൻ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. നമ്മളെ 3 പേരെയും കൂടെ ചെറുക്കന്റെ പാർട്ടിക്കാർ കണ്ടാ ശരിയാവില്ല. ഏയ്, സിനിമ കൊട്ടായില് പോലും ഇത്ര തിരക്കാണില്ല. തേരാപാര നടക്കുന്നവന്മാര് പോലും ഓരോന്നിനെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുക. മൊത്തം റൊമാൻസാ. ബാഡ് ബോയ്സ്. ഞാൻ കഴിച്ചോളൂ. അയ്യോ എന്തിനാ ഇതൊക്കെ? വേണ്ടായിരുന്നു. നോ നോ നോ. എന്താ മീനു ഇങ്ങനെ അന്നോട് പറയുന്ന പോലെ? പ്ലീസ് യു ഈറ്റ്. ഞാനല്ലേ തരുന്നത്, കഴിക്കൂ. ഞാനൊരു കാര്യം ചോദിച്ചാൽ മീനു സത്യം പറയോ? എന്താ? മീനുവിന് ഈ കൈനോട്ടത്തിൽ വിശ്വാസമുണ്ടോ? അയ്യോ ഇല്ല, തീരില്ല. അയ്യോ വേണം വേണം, അനുഭവം കൊണ്ട് അത് പഠിക്കൂ. ദേ ഈ കുറുകിയുള്ള രേഖ കണ്ടോ? ഇതുള്ളവർക്ക് നനച്ചിരിക്കാത്ത ഭാഗ്യം വരും.